നമ്മളിന്നിവിടെ ഉള്ളത് വാഗമണിൽ ഹോളിഡേ ഹോംസ് എന്ന് പറഞ്ഞത്. അത് നമ്മുടെ മോസ്കോ ടീ ഫാക്ടറിയുടെ അവിടെ നിന്ന് റൈറ്റിലേക്കുള്ള വഴിക്കുള്ള ജസ്റ്റ് ഒരു ഫാമിലിക്കും ഒരു ഫാമിലി അല്ല, ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫാമിലി എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഓരോ കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൂടാൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയ സ്ഥലമാണിത്. ഇതവിടെ മെയിൻ എൻട്രൻസ് ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയുണ്ട്. കാർ പാർക്ക് ചെയ്യാനും വൈകുന്നേരം ജസ്റ്റ് ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളും നോക്കിയത്. പിന്നെ ഒരു ഊഞ്ഞാലുവട അവിടെ. പിന്നെ പാർക്കിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ മാസ്കോ ടീ ഫാക്ടറി ഉണ്ട്. മാസ്കോ ടീ ഫാക്ടറിയുടെ അവിടെ റൈറ്റിലോട്ട് പോകണം, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകണം. സ്ട്രൈറ്റ് ആയിട്ട് പോകണം നമുക്ക് പറഞ്ഞത്. മാസ്കോ ടീ ഫാക്ടറി അവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ കയറുവാണെങ്കിൽ തന്നെ ഫാക്ടറി വിസിറ്റ് ചെയ്യാം, പിന്നെ ടീ ടേസ്റ്റിംഗ് ചെയ്യാം, പിന്നെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമുക്ക് തേയിലപ്പൊടി മേടിക്കാം. അവിടെ നമ്മൾ സ്ട്രൈറ്റാണ് കയറേണ്ടത്, റൈറ്റിലേക്കുള്ള വഴിക്ക് പോകരുത്. സ്ട്രേറ്റ് കയറി അവിടെ നിന്നൊരു ജസ്റ്റ് 100 മീറ്റർ കാണും. 100 മീറ്റർ ജസ്റ്റ് ഒന്ന് വേണ്ടി കയറും. വഴി അല്പം മോശമാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ മേളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു ചെറിയ റോഡ് കാണും. അവിടെ തന്നെയാണ് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് പ്രോപ്പർട്ടി. ഈ വഴി പോകുമ്പോൾ തന്നെ നമുക്കറിയാം റൈറ്റ് സൈഡ് വരെ മൊത്തം റിസോർട്ട്സും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. ബാച്ചേഴ്സും പള്ളിയും കാര്യങ്ങളെല്ലാം വരുന്നത് ഇഷ്ടമുണ്ട്. മാസ്കോട്ട് അവിടെ തന്നെ നമ്മൾ കണ്ട ഫാക്ടറിയില്ല, ടീ ഫാക്ടറി, അവിടെ തന്നെ ഒരു റിസോർട്ടാണ് മാസ്കോ ഹിൽ റിസോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോം സ്റ്റേ. റൈറ്റിലേക്കുള്ള ഈ റോഡ് വന്നു കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹോളിഡേ ഹോംസ്. ജസ്റ്റ് കോൺടാക്ട് നമ്പർ ഇതിലുണ്ട്. താഴേക്ക് ഇറങ്ങി പോകുന്നതിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് നടന്ന് കാണാൻ പറ്റിയ ഇതിലുണ്ട്. അന്നേരം ഇവിടെ ജസ്റ്റ് ഇരിക്കാം, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 1 ഏക്കറിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ചുറ്റും വേറെയും പ്രോപ്പർട്ടിയും കാര്യങ്ങളുണ്ട്. ദൂരേക്ക് നമുക്ക് വീട്ടിൽ നോക്കിയാൽ നമ്മുടെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങൾ മൊത്തം ഒരു 28 പേരുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ലൗട്ടിയാണ് നല്ല പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. പ്രോപ്പർട്ടി താഴെ കാണുന്ന ഈ 2 വില്ലകൾ, പിന്നെ മുകളിൽ മൊത്തം 4 വില്ല. ഇവിടെ വേറെ 2 ബെഡ്റൂമും. 7 റൂമാണ് ഇവിടെ വരുന്നത്. ഡോർമെറ്ററി കൂടാതെ 7 റൂമും കൂടെയാണ് വരുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് എല്ലാവർക്കും ഒന്ന് ഇരുന്ന് സംസാരിക്കാനും ഏക്കറായിട്ട് ലേഷർ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്പേസ് പോലെ. ഇത് ആർട്ടിഫിഷ്യലായിട്ടൊരു ജസ്റ്റ് ഒരു കല്ലുകൊണ്ടുള്ള ഒരു സെറ്റപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സീനറിക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഡോർമെറ്ററി. അപ്പോൾ ജസ്റ്റ് 8 ബെഡ് കിട്ടും ഇവിടെ. പിന്നെ ആ സൈഡിൽ 2 വാഷ് ബേസും ഒരു സോഫ സെറ്റ് ഉണ്ട്, പിന്നെ ഒരു ബാത്റൂം. ബാൽക്കണി ഓപ്പൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് മെയിൻ റോഡ് വാഗമൺ മുട്ടക്കുന്നിലേക്ക് പോകുന്ന മെയിൻ റോഡും കാര്യങ്ങളും കാണാം. പിന്നെ സീനറി കാണാം. ടോപ്പിൽ നിന്നുള്ള ജസ്റ്റ് വ്യൂ.
റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബ്ലാങ്കറ്റ്, പിന്നെ ബാത്റൂംസ് ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂംസാണ്. ഓവറോൾ നല്ലൊരു സ്പേസാണ്. എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റിയത്.